വെൽക്കം ബാക്ക്. നെയ്മീൻ മോളി ബ്രെഡിൻ്റെയും നാനിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നെയ്മീൻ മോളി. വളരെയധികം ടേസ്റ്റുമാണ്. എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നെയ്മീൻ, തേങ്ങ, സബോള, പച്ചമുളക്, കാഷ്നട്ട് മുതലായവയാണ്. അടുത്തതായി ചെയ്യേണ്ടത് ഒരു 5 പച്ചമുളക്. നമ്മൾ ഈ ഡിഷിലേക്ക് ഒട്ടും ചില്ലി പൗഡറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരു 5 ഗ്രീൻ ചില്ലി എടുത്ത് കഴുകി വൃത്തിയാക്കി നന്നായി നെടുകെ പൊളിച്ച് രണ്ടാക്കി വയ്ക്കുക. അടുത്തതായി ഒരു 10 ഗാർലിക് ഫ്ലേക്സ്, വെളുത്തുള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായി ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് കറി ലീവ്സും കൂടി വേണം. ഏകദേശം 400 ഗ്രാം നെയ്മീൻ, 2 വലിയ പീസാണ്. അത് ഞാൻ 3 മുറിച്ച് അല്പം കല്ലുപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി മാറ്റി വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് വറുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡിഷിലേക്ക് വേണ്ടതാണ് കാഷ്നട്ട്, പച്ച കശുവണ്ടി. ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് 1 മിനിറ്റ് വഴറ്റുക. 1 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക്, കറി ലീവ്സ് എല്ലാം ഇട്ട് പെട്ടെന്ന് ഇത് മൊരിഞ്ഞു വരുന്നതിന് സ്വല്പം ഉപ്പും പൊടി വിതറിയാൽ നല്ലതാണ്. എല്ലാം കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഒന്നും കൂടി ഇളക്കി ആ ഇഞ്ചിയുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസായി ഇതിനകത്തേക്ക് അല്പം പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഫിഷ് മസാല, ഇവ 3 ചേർക്കുക. ഇതിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ഇതിനകത്തിട്ട് ജസ്റ്റ് സെമി ഫ്രൈ ചെയ്യുക. 5 മിനിറ്റ് അടച്ച് വെച്ച് അതിനുശേഷം മറച്ചിട്ട് ഒന്നും കൂടി വേവിക്കുക. ഈ സമയം കൊണ്ട് ഒരു തേങ്ങയുടെ ചിരണ്ടി പാലെടുത്ത് 1 കപ്പ് 1 പാലും 1.5 കപ്പ് 2 കപ്പ് പാലും റെഡിയാക്കുക. അതിലേക്ക് 2 പാൽ ഒഴിച്ച് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. കശുവണ്ടി അരച്ചെടുക്കുക. 2 പാൽ ഒഴിച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നെയ്മീൻ വെന്ത് കഴിഞ്ഞ് കാണും. ഇപ്പോൾ നെയ്മീനെല്ലാം 2 പാൽ ഒഴിച്ച് വെന്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് നമ്മുടെ കട്ടി കൂടിയ 1 പാലും അതിൻ്റെ കൂടെ തന്നെ
കാഷ്നട്ട് അരച്ചതും ചേർക്കുക. ഒപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കട്ടിയുള്ള പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിടരുത്, അത് പിരിയാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ടൊമാറ്റോ പീസസ് സ്വല്പം പുളി കിട്ടുന്നതിന് വേണ്ടി ടൊമാറ്റോ കഴുകി വട്ടത്തിൽ മുറിച്ച് അതിനകത്ത് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഏറ്റവും നല്ലത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.